ഞാൻ സിദ്ദീഖൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ദൃശ്യം 1 ക്ലൈമാക്സ് മോഹൻലാൽ പറയുമല്ലോ, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് മോഹൻലാൽ തൊഴുന്ന സീന് തൊട്ട് മുമ്പൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ആ ഡയലോഗിലേക്കൊക്കെ വന്നതെന്ന് കേട്ടിട്ടുണ്ട് സിദ്ദീഖൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമയിലെ ഓരോ മോഹൻലാലിനോടത്തുള്ള എക്സ്പീരിയൻസും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇംപ്രവൈസ് ചെയ്തൊരു മൊമെൻറ്റ് കിട്ടുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ടോ? അതായത് ജോർജ് കുട്ടി എന്ന് ജിത്തു മനസ്സിൽ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് ജോർജ് കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും കാലങ്ങളിൽ ആ ക്യാരക്ടറായിട്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു അങ്ങനെ ഒരു ഹൈ കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ചെറിയ കണ്ണുകൾ കൊണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദൃശ്യം 2-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മീന വന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സമയത്ത് വളരെ ദൃശ്യം വണ്ണില്ല. ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞു ബാക്കിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ. പക്ഷെ ആ ലെവലിൽ ഇല്ലെങ്കിലും ഇതിനകത്ത് പല സ്ഥലങ്ങളിലുണ്ട്. ഇതിനകത്ത് എന്താ പറയുക, നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ റെവലേഷൻ ഉണ്ട്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് എന്ന് പറഞ്ഞു, അവിടെ പുള്ളി ഭയങ്കര എക്സ്പ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പം ഒരു മറുചോദ്യം വേറൊരു ഭാഗത്തുനിന്ന് വരും. അവിടെ പുള്ളിയുടെ ഒരു കണ്ണുകളിലും ഇതിലും പുള്ളി റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് അത് വന്ന് ഭാര്യയോട് ഷെയർ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് അത് അതിനകത്ത് വോയിസ് മോഡുലേഷനും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇങ്ങനെ വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട്, മക്കളറിഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല, പറയണ്ട, ഏട്ടറിക്കൊണ്ട് പറയണ്ടായുണ്ട്, കാരണം അത് മക്കളറിയരുതെന്ന് പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച പറ്റും. കാരണം അതുപോലെയാണ് മക്കളെ പുള്ളിയെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഇതുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇടറിച്ച ഞാൻ നിന്നെ ഓർത്ത് ദൈവമേ സ്പോട്ട് ഡബ്ബിങ് ആയിരുന്നെങ്കിൽ ഇതുപോലെ കിട്ടുമോ ഡബ്ബിങ്. പക്ഷേ സാർ അത് ഡബ്ബിങ്ങിലും അതേപോലെ തന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ജിത്തു, ഗംഭീരമാവട്ടെ. അപ്പോൾ 200, 250, 300 ഞാൻ ആ OTT ഡേറ്റ് പറയുന്നില്ല. ഓക്കെ, OTT എന്തായാലും താമസിയാതെ എടുത്തു. അപ്പോൾ അത് വരും. തിയേറ്ററിൽ പോയി കാണുക അല്ലേ, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യേണ്ട. അപ്പോൾ 250 കടന്ന് മുന്നോട്ട് പോവുകയാണ്. എത്ര എല്ലാവിധ ആശംസകളും നേരുന്നു. വെയിറ്റിംഗ് ഫോർ ദൃശ്യം 4. താങ്ക് യു ജിത്തു, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ജിത്തുവാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ നമ്മുടെ ദൃശ്യം 3 കിടന്ന് കളിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. മാത്രമല്ല ദൃശ്യത്തിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിപ്പെടുത്തുന്ന എല്ലാമുണ്ട്. മികച്ചൊരു ഫാമിലി ഫിലിമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ടുവരിക. ഇനിയിപ്പം സിനിമ കാണാനുള്ള സമയമുണ്ടോ എന്നായിരിക്കും പ്രേക്ഷകർ ചോദിക്കുക. സ്കൂളൊക്കെ തുറന്നു, മഴയൊക്കെ വരുന്നു. എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ.